ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ മുഹറം 10 നോമ്പിന് പുലർച്ചയ്ക്ക് എണീച്ചതാണ് കേട്ടോ. അപ്പോൾ 3:30 തന്നെ ഞാൻ എണീച്ചിട്ടുണ്ട്. ഫുഡ് ദോശയൊക്കെ ചുട്ടെടുത്തിട്ട് വേണം കേട്ടോ. അപ്പോൾ പിന്നെ രാത്രി ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 2 നോമ്പൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചോറ് തിന്നിങ്ങോട്ട് പരിചയമില്ലാത്തതല്ലേ രാത്രി, അതുകൊണ്ട് ചോറ് വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് തലേദിവസം അരച്ച മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ചുടാന്ന് വെച്ചിട്ട് അത് ചുടുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കറിയുണ്ട്, അപ്പോൾ അങ്ങനെ പിന്നെ പഴവും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ചായയൊക്കെ കാച്ചി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ ചെറുപ്പകാലത്തൊക്കെ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ പുലർച്ച എന്ന് പറഞ്ഞാൽ 12:30 1 മണി ആ സമയത്താണല്ലോ പുലർച്ചയ്ക്ക് എണീക്കുക. അങ്ങനത്തെ സമയത്ത് എണീച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ വൈകുന്നേരം നോമ്പ് 6 മണിക്ക് ബാങ്ക് കൊടുക്കുന്നവരെ നിൽക്കുന്നതല്ലേ. ഭക്ഷണം കഴിച്ചൊന്ന് ഉറങ്ങി എണീച്ചിട്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നുള്ളൂ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. പണ്ട് കാലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് ഭക്ഷണം രാത്രിക്കത്തൊന്നും കഴിക്കാതെ രാത്രി എണീച്ചിട്ട് അപ്പം ഉണ്ടാക്കി കഴിക്കുന്നവരായിരുന്നു കേട്ടോ അധികം ആൾക്കാരൊക്കെ. പിന്നെ ചൂടോടെ തിന്നണം എന്നുള്ള ഒരിതിൽ. പിന്നെ ഇപ്പോഴൊക്കെ നമ്മൾ ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ അല്ലേ തിന്നുന്നത്. അപ്പോൾ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറണ്ട് അടുപ്പിൻ്റെ പ്ലഗ് പോയിട്ടുണ്ട്, ഫീസ് പോയതാ തോന്നുന്നുണ്ട്. അപ്പോൾ അടുക്കളയിലാണ് കറണ്ട് അടുപ്പ് കൊണ്ടുവച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ പോയി ചായ തിളപ്പിച്ച് വന്നപ്പോഴേക്കും ദോശ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉടൽ തന്നെയാണ് പണി. ഇനി അത് നന്നാക്കിയിട്ട് വേണം, അല്ലെങ്കിൽ കറണ്ട് അടുപ്പ് ഇവിടെ കുത്താൻ പറ്റുന്നില്ല. അപ്പോൾ ദോശ, അപ്പോൾ പത്തിരി എന്ത് തന്നെ ആണെങ്കിലും ചൂടോടെ കട്ടൻ ചായയും കൂട്ടി തിന്നുന്നൊരു പരിപാടി ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ വേഗം കറി കൂട്ടാതെ 2 പഴം എടുത്തിട്ട് 2 ദോശയും തിന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അത്താഴം കഴിക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി മക്കളെ എണീപ്പിക്കലാണ് വലിയ ടാസ്ക്. അലാറം അടിച്ചു കഴിഞ്ഞാലും ഓഫാക്കി അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ കഴിഞ്ഞ റമദാനിൻ്റെ സമയത്ത് അലാറം അടിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങനെ എണീക്കുക 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ 4:45 5 മണി ആകാനായപ്പോഴാട്ടോ ഉണർന്നത്. പിന്നെ പെട്ടെന്ന് വേഗം എണീച്ചിട്ട് ഉണ്ടായിരുന്ന ചോറും കറിയൊക്കെ എടുത്തിട്ട് വേഗം ചൂടാക്കാതെ വേഗം തിന്നതാണ് കേട്ടോ. അപ്പോൾ ഓഫാക്കി കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ അങ്ങനെ ഉറക്കത്തിൽ പെട്ടു പോകും കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. പിന്നെ അലാറം വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് മുന്നേ തന്നെ അലാറം വെച്ചിട്ട് അങ്ങനെ എണീക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത്താഴം കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് എല്ലാം വൃത്തിയാക്കിയിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചിട്ട് പോയി കിടന്നു കേട്ടോ. എന്നിട്ട് പിന്നെ എണീറ്റ് മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചൊരു പണി, നമുക്കിവിടെ ഒരു ഗേറ്റിൻ്റെ ഒരു പണിയുണ്ട്, അപ്പോൾ അത് എടുക്കണം. അപ്പോൾ നമ്മൾ ആ അടുക്കള വശത്ത് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പുള്ളത് കൊണ്ട് നായ്ക്കൾ ഉള്ളിൽ കയറും കേട്ടോ. അപ്പുറത്തെ ഭാഗം ഞങ്ങൾ ഇതേപോലെ അടച്ചു വെച്ചിട്ട് നായ്ക്കൾ കയറുന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ വെക്കുക, ഇനിയിപ്പോൾ അറിയാതെ നമ്മൾ ഒന്ന് അടുക്കള തുറന്നിട്ട് വരികയാണെങ്കിലൊക്കെ ഒന്ന് ഉള്ളിൽ കയറിയാലോ. അപ്പോൾ കുറേ ദിവസമായിട്ട് അവിടെ എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് മേലെ കയറിപ്പോയപ്പോൾ അവിടെ ഒരു കമ്പി സ്റ്റാൻഡിൻ്റെ തുണ്ട് കണ്ടത്. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ വന്നിട്ട് വണ്ടിയും കാര്യങ്ങളും തിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഗേറ്റിൻ്റെ ബദൽ വെച്ചിരുന്ന കേട്ടോ മുന്നിൽ. അപ്പോൾ അവിടെ നെറ്റ് കെട്ടിയ സമയത്ത് അതെടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ വേറൊരു കമ്പി ഉണ്ടായിരുന്നു, അത് അപ്പുറത്ത് ബാക്കിൽ വെച്ചു കേട്ടോ. അതിൻ്റെ ബാക്കിയാണത്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു ഐഡിയ ചെയ്യാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കിയതാണ്. അപ്പോഴാണ് വലിയ പ്ലാസ്റ്റിക്കിൻ്റെ സഞ്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുന്നി വെച്ചിട്ട് ഒന്ന് തുന്നിയിട്ട് അവിടെ വെക്കാൻ വെച്ചിട്ടുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കെട്ടൊക്കെ നമുക്ക് അയച്ചെടുക്കാം. അപ്പോൾ കുറേ നേരമായിട്ട് ഇതിമൊക്കെ ഒന്ന് കെട്ടി മറിയുന്നു. ഇതിൻ്റെ ഒരു സ്റ്റിച്ച് നമുക്ക് ശരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ നൂല് പൊട്ടാതെ കിട്ടും കേട്ടോ. അത് അതിനെ ഐഡിയക്ക്
ചുരുട്ടിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നൂലാണെങ്കിൽ നമുക്ക് നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പിന്നെ നൂലിൻ്റെ ഒരറ്റം കൈ കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ വലിച്ചപ്പോൾ നൂല് മൊത്തത്തിൽ പൊട്ടാതെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റാൻഡിൽ ഒരു സൈഡ് കമ്പി ഉള്ളൂ കേട്ടോ, മറ്റേ സൈഡ് കമ്പില്ല. അപ്പോൾ നമ്മൾ തുടക്കണ വടി ഉണ്ടല്ലോ, തുടക്കുന്നതിൻ്റെ ആ വടി അങ്ങനെ എടുത്തിട്ട് ഞാൻ സൈഡിൽ കെട്ടി. പുതിയ തുടക്കുന്നതിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അത് എടുക്കാതെ വെച്ചിരുന്നു. അപ്പോൾ സൈഡിൽ അത് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യാന്നുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മോള് വന്നപ്പോൾ മോള് നമുക്ക് രണ്ടാൾക്കും കൂടി ചെയ്യാൻ, ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുക പിന്നെ രണ്ടാളും കൂടി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി ഫുള്ളായിട്ട് പിന്നെ പ്ലാസ്റ്റിക് കവർ ചെയ്തിട്ട് ഈ നൂല് വെച്ചിട്ട് തന്നെ തുന്നിയെടുക്കുകയാണ് കേട്ടോ. പണിയുണ്ട്. അപ്പം നമ്മുടെ പിന്നെ എറയിലുണ്ടാവും വെക്കുന്ന കർട്ടൻ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയിട്ടോ. പക്ഷെ അത് ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് ഇതിമ വെക്കാനും പിടിച്ച് കെട്ടാനൊന്നും പറ്റില്ല. അങ്ങനെയാണ് ഞാൻ ഈ പ്ലാസ്റ്റിക് എടുത്തത് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റിൽ മോള് കുത്തി തരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ അപ്പുറത്തിരുന്നിട്ട് പേരക്കുട്ടി നല്ല സൂചി നൂലും കോർത്തിട്ട് കളിയാണ്. നമ്മളെന്തെങ്കിലും ചെയ്യുന്ന എനിക്കൊപ്പം വേണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഗേറ്റിൻ്റെ പണിയൊക്കെ മുഴുവനാക്കിട്ടോ. തുന്നി കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു പോയി എന്നുള്ളൂ കേട്ടോ. ഈ ഭാഗം വന്നിട്ട് പുറത്തേക്ക് വരേണ്ടതായിരുന്നു, അത് തിരിഞ്ഞു പോയി. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ തുടക്കണ വടി ഉള്ളത് കാരണം ഞങ്ങൾ തിരിച്ച് വെച്ചു കേട്ടോ. തിരിച്ച് വെച്ചപ്പോൾ അങ്ങനെ നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. നായ്ക്കൾ കയറില്ല, പൂച്ച എന്തെങ്കിലുമൊക്കെ കയറുള്ളൂ. എന്നാലും തൽക്കാലം പെട്ടെന്ന് വന്ന് കയറുന്നതിനൊക്കെ ഒരു ഇത് കിട്ടി. ഇത് ഇവിടെ വെച്ചപ്പോൾ എന്തോ ഒരു ആശ്വാസം പോലെ കേട്ടോ. നായ്ക്കൾ നിറയെ ഉള്ളതുകൊണ്ട് വേഗം ഇതിൽ കൂടെ ഉള്ളിൽ കൂടെ കയറി. ഒരു പ്രാവശ്യം മോളെ പുതിയ ഷൂവ് ഇവിടെ അടുക്കള വശത്ത് ഉരുട്ടിയിരുന്നു കേട്ടോ. വാങ്ങിയിട്ട് സ്കൂൾ തുറന്നിട്ട് മഴ കഴിഞ്ഞിട്ട് ഒരു ദിവസം 2 ദിവസമായിട്ട് ഇട്ടിട്ടുള്ളൂ. വൈകുന്നേരം വന്നിട്ട് ഷൂ അവിടെ ഊരി വെച്ച് പിറ്റേ ദിവസം രാവിലെ പോകാൻ നേരത്ത് നോക്കുമ്പോൾ ഷൂ കാണുന്നില്ല കേട്ടോ. ഒരു ഷൂ താഴ്ന്ന് കിട്ടി, പിന്നെ ഒരെണ്ണം എന്തായിന്നേ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നായ്ക്കളെ ശല്യമാണ്. അപ്പോൾ വിചാരിച്ചതാണ് ഇവിടെ പിന്നെ നമ്മളെ കമ്പി വെച്ചിട്ടുള്ള അത് എന്തെങ്കിലും വെച്ച് തന്നെ വലുതായിട്ട് തന്നെ ചെയ്യണം, ലോക്കിടുന്ന പോലെ എന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ തൽക്കാലത്തിന് വന്നിട്ട് ഇങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം വൈകുന്നേരത്തേക്ക് കുറച്ച് എണ്ണക്കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മോനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. മോനിക്ക് ഷോപ്പിലേക്ക് പോകുമ്പോൾ പിന്നെ നോമ്പല്ല, അപ്പോൾ എന്തെങ്കിലും ചായ എണ്ണക്കടി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവനക്ക് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് ബജ്ജി മാവ് ബാക്കിയുണ്ടായിരുന്നു, അന്ന് ചുട്ടതിൻ്റെ ബാക്കിയിട്ടോ. അപ്പോൾ അതിൽ പിന്നെ എടുത്തിട്ട് ചുടുകയാണ്. അപ്പോൾ ഇനി ഇത് മോനിക്ക് കൊടുത്താക്കും വേണം, അപ്പോൾ വൈകുന്നേരത്തേക്ക് ആവുമല്ലോ. അപ്പോൾ മോനെന്തായാലും വരുമ്പോഴേക്കും രാത്രി 9 മണിയൊക്കെ ആകട്ടോ. എൻ്റെ തിരിച്ച് വരുന്ന സമയത്ത് തന്നെയുള്ളൂ രണ്ടാളും വരിക. അപ്പോൾ പിന്നെ ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വന്നതിൻ്റെ ശേഷം എന്തായാലും ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇത് 3 മണീൻ്റെ മുന്നെയാണ് കേട്ടോ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 മണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മോനക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം ഈ കടി ഉണ്ടാക്കി കട്ടൻ ചായയും വേഗം ഉണ്ടാക്കിയിട്ടോ. ഇനി മറ്റേതൊക്കെ പിന്നെ പുട്ടിന് മാവ് കുറച്ച് നനച്ച് വെക്കണം. പുട്ടാണ് കേട്ടോ ഒന്ന് ചുടുന്നത്. അപ്പോൾ പുട്ടും പഴവും ഉണ്ട്, പിന്നെ എന്തെങ്കിലും പായസം ഉണ്ടാക്കണം കേട്ടോ. അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുള്ളൂ വൈകുന്നേരത്തേക്ക്. എന്തായാലും അവർ വരുമ്പോഴേക്കിന് ലേറ്റാവും. 6 മണിക്കൊന്നും അവർ എന്തായാലും വരില്ല. അപ്പം ഞങ്ങൾ അങ്ങനെ വൈകുന്നേരത്തേക്കാണ് കേട്ടോ അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ ഗേറ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തുടക്കുന്ന വടീൻ്റെ മേലെ ഒരു പിടുത്തമുണ്ടല്ലോ, അപ്പോൾ അതിൽ കൂടെ ഒരു കയറ് കെട്ടി മേലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് തട്ടിയാലൊന്നും പോവില്ല കേട്ടോ, അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പിടുത്തമായി അവിടെ. അപ്പോൾ നല്ല സേഫ്റ്റി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ, മറിഞ്ഞൊന്നും ചാടില്ല, അങ്ങനെ നിൽക്കും. അപ്പോൾ ഗേറ്റ് വെച്ചത് തിരിഞ്ഞ് പോയി എന്നുള്ളൂ കേട്ടോ. അത് തുന്നുന്ന സമയത്ത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ ഈ നല്ല ഭാഗം പുറത്തേക്ക് വരേണ്ടത് ഉള്ളിലേക്കായിട്ട് പ്രശ്നമുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ഉണ്ടാക്കിയ കമ്പിയും വെറുതെ അവിടെ കിടക്കുകയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പ്ലാസ്റ്റിക് കവറും അതും വെറുതെ കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഉപകാരമായിട്ടോ. പിന്നെ അതിന് തുന്നാൻ വേണ്ടിയിട്ട് അതിന്മേൽ അയച്ചെടുത്ത കയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.